അലൈക്കും. അപ്പോൾ ഇന്നൊരു റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ജോബിന് പോകുന്ന ആൾക്കാരും പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നോമ്പിന് ഈ ജോലി ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഒരുപാട് ജോലികളുണ്ടാവും, കുട്ടികളെ കൊണ്ടൊന്നും അതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിന് പ്രിപ്പയർ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നൊരു വിഷയമല്ല, ഫുഡൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ്. അപ്പോൾ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാതും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം റെഡിയാക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ഒരു 200 ഗ്രാം 200-250 ഗ്രാമോളം ഉണ്ടാവും, ഇഞ്ചി ഒരു 100 ഗ്രാമും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് 2 പ്രിസർവേറ്റീവ്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്, ഏത് കുക്കിംഗ് ഓയിലായാലും മതി. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു കിട്ടും, ഓയിൽ ചേർക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ പ്രിസർവേറ്റീവാണ്, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും ഓയിലും ചേർക്കുന്നത്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 2-3 ആഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചാൽ മതി. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഗ്രീൻ ചില്ലീൻ്റെ പേസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. കട്ട്ലേറ്റിനും സമൂസയ്ക്കും ഇറച്ചിപ്പത്തിരിക്കും എല്ലാത്തിനും പറ്റുന്ന ഒറ്റ ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. അത് സമൂസയ്ക്ക് ആണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, കട്ട്ലേറ്റിനാണെങ്കിൽ നമ്മളതിലേക്ക് കുറച്ച് ബോയിൽഡ് പൊട്ടറ്റോസും കൂടെ ആഡ് ചെയ്തിട്ട് കട്ട്ലേറ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചു, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒനിയനാണ്, ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് രണ്ടും കൂടെ ഒറ്റ പ്രാവശ്യമായിട്ട് വാട്ടാൻ കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരു 10-15 ഉള്ളി ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് 2 പാത്രം ഉള്ളിലേക്കും കൂടിയുള്ള പേസ്റ്റാണ്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ കറിവേപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ കറിവേപ്പൊന്നും കിട്ടാനില്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കറിവേപ്പും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ കറി ലൂസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാല ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പെരുംജീരകവും ഗരം മസാലയൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർക്കാറുണ്ട്, അതുകൊണ്ട് ചേർത്തുന്നുള്ളൂ. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ. എന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് മിക്സിയിൽ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ക്രഷ് ചെയ്യണമെന്നില്ല, കൈ വെച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുത്താലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാണ്.
ഞാനിതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാണ്. ഇത് 3 സ്നാക്കിനുള്ള മസാലയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കട്ട്ലേറ്റിനും പിന്നെ സമൂസക്കും ഇറച്ചിപ്പത്തിരിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കട്ട്ലേറ്റിനാണെങ്കിൽ ഇതിൽ പൊട്ടറ്റോസ് കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അപ്പോൾ കുറച്ച് പൊട്ടറ്റോയും കൂടെ ബോയിൽ ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇറച്ചിപ്പത്തിരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഈ മസാല തന്നെ മതി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് എരിവ് കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കട്ട്ലേറ്റിന് പിന്നെ നമ്മൾ പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞോളൂ. ഇത് ഇറച്ചിപ്പത്തിരിക്കും സമൂസക്കൊക്കെ ആകുമ്പോൾ എരിവ് കുറച്ച് കുറവ് മതി എന്ന് വിചാരിച്ച് അടുത്ത് ചേർത്തപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഈ മസാല ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുത്തിട്ട് യൂസ് ചെയ്യാം. ഒരു 1.5 മണിക്കൂർ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ മസാലകളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലികളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും. എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന ആൾക്കാരും കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്യണത്. ജോലികൾ പെട്ടെന്ന് തീർന്ന് കിട്ടാനും കരച്ചിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇങ്ങനെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ്റെ ഫുഡ് റെഡി ആയിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട്ലേറ്റൊക്കെ റെഡി ആക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്തും വെക്കാം. അല്ലെങ്കിൽ സമൂസ ഉണ്ടാക്കിയിട്ട് ഓലയൊക്കെ ചുറ്റിയിട്ട് ഫ്രീസ് ചെയ്തും വെക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ മസാല ഇങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇങ്ങനെ മസാല ആക്കിയിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ്. ചിലപ്പോൾ സമൂസയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഓലയൊക്കെ ചിലപ്പോൾ ഒന്ന് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പൊട്ടലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. നമുക്ക് 2-3 ദിവസത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് വെക്കാം. സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. പിന്നെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ 1 വീക്ക് 2 വീക്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിത് ഫ്രീസ് ചെയ്യാൻ പോവാണ്. നേരെ ഫ്രീസറിലോട്ട് വെക്കുകയാണ്. നോമ്പിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് തരിക്കഞ്ഞി എന്നുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടമാവും, ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ എന്നും നമുക്ക് തരി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് എന്നും ഒരു മെനക്കെടാണ്. അപ്പോൾ നമുക്ക് ആ തരി ഉണ്ടാക്കുന്നത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയുള്ളി ഇടുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ടൈമിൽ കാഷ്യൂ ഇടുന്നതിന് മുമ്പായിട്ട് വലിയുള്ളി ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് ഒരു ഹാഫ് വലിയുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കാഷ്യൂസ് ഇടുക. അത് കഴിഞ്ഞിട്ട് റൈസിൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് റവ, ഞാൻ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. ഇത് കുറച്ച് വറുത്ത റവയാണ്, പക്ഷേ ഞാൻ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. കുറച്ചൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ല് വരും. നല്ല സ്മെല്ല് വരും. റവ വറുത്തതിൻ്റെ നെയ്യിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നിങ്ങൾക്ക് സേമിയ ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ, പായസം പോലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ സേമിയയും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വറുത്ത സേമിയം ആണ് വരുന്നതെങ്കിൽ നമുക്ക് റവ തരി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സേമിയ ചേർക്കുന്നില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള തരിയാണ് ഇഷ്ടം. അങ്ങനെ വറുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടി വേണമെങ്കിൽ നമ്മൾ വറുക്കുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ തരി ഉണ്ടാക്കുന്ന ടൈമിൽ 2 ഏലക്ക പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് ഞാൻ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസ് ചെയ്യല്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇത് നമുക്ക് ഓരോ ദിവസം 2-3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് പാല് തിളപ്പിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇതും കൂടി ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ നല്ല റവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും റവ വറുത്ത് കോരേണ്ട ആവശ്യമില്ല. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്ത് കോരേണ്ട ആവശ്യമില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഇത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷേക്കാണ്, ക്യാരറ്റ് കൊണ്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് പീൽ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ചിട്ട് 3 വിസിലടിച്ചാൽ മതിയാവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ
നേരത്തെ നമ്മൾ ഇട്ട ഏലക്കായിൽ നിന്ന് 2 ഒഴിവാക്കിയിട്ട് 1 മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും, ആ കുക്കറത്തെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഐസ് ട്രേ എടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. ഏലക്ക കൂടുതൽ ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. 1 ചേർക്കുമ്പോഴാവും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഒരുപാട് കുത്തലില്ലാതെ നല്ല ചെറിയൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റുള്ളൊരു നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ഒരുപാട് ഇട്ടാൽ ചിലപ്പോൾ അത്രത്തോളം ടേസ്റ്റ് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു ഷേക്ക് നമ്മൾ ക്യാരറ്റാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കരുത്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ക്യാരറ്റ് ജ്യൂസാണെന്ന് പറഞ്ഞാൽ മാത്രം ഇത് മനസ്സിലാവുക, അല്ലെങ്കിൽ അറിയില്ല. ലൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ. ഇത്രയ്ക്ക് ഓറഞ്ച് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ കിട്ടില്ല, ലൈറ്റ് ഷെയ്ഡേ ഉണ്ടാവുള്ളൂ. നല്ലൊരു സ്മെല്ല്, നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ജ്യൂസ്. ഇനി ഈ ഐസ് ക്യൂബ് പാലും ഒരു കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് അടിച്ചെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും, നല്ല ഷേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ, നേരത്തെ കാലത്ത് നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് റമദാനിൽ പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ ഞാനിതൊന്ന് ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് അപ്പം തന്നെ ജ്യൂസ് അടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഈ ക്യൂബ് ഇട്ട് അടിക്കുമ്പോഴാണ് അതിനൊരു തിക്നെസ് വരിക. നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമ്മൾ ക്യൂബ് തന്നെ ചേർത്ത് കൊടുക്കണം. ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്, ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്. ഇത് നമുക്ക് പാല് ചേർക്കാതെ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം. പക്ഷെ അത് വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആവും, ഈ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുകയാണ്. കുറച്ചൊന്ന് തിക്കാവട്ടെ, ഒരു ഏകദേശം ഒരു നൂൽപ്പരുവത്തിൻ്റെ ഇത്തിരി മുമ്പായിട്ട് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യണം. ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ, കുറച്ചൊന്ന് തിക്കാവട്ടെ. ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി വേണ്ടത് ഒരു 2 ഓറഞ്ചാണ്. അപ്പോൾ 2 ഓറഞ്ചിൻ്റെ നീര്, ഞാൻ ഇവിടെ മുസമ്പി എടുത്തേക്കുന്നത്, 2 ഓറഞ്ചിൻ്റെ നീരും 2 നാരങ്ങയുടെ നീരും. അത് കുറച്ച് വലിയ നാരങ്ങയാണ്. അപ്പോൾ 2 വലിയ നാരങ്ങയുടെ നീരും 2 വലിയ മുസമ്പിയുടെ ജ്യൂസും കൂടെ ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു സ്ക്വാഷാണ്, ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിൽ ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഓരോ ദിവസവും യൂസ് ചെയ്യാം. ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുകയാണ്. ചൂടാറിയതിന് ശേഷം, ഷുഗർ സിറപ്പിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മിക്സിങ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 3 ക്യൂബും 2-3 ടേബിൾ സ്പൂൺ ഈ ജ്യൂസ് സ്ക്വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ട്, നല്ല റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സോഡ യൂസ് ചെയ്യാം. നോമ്പ് നോറ്റിട്ട് നമ്മൾ സോഡ കുടിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നോമ്പിനാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതാവും നല്ലത്, വെള്ളം ഉപയോഗിച്ച് കുടിക്കുന്നതാവും നല്ലത്. അല്ലാത്ത ടൈമിലാണെങ്കിൽ നമുക്ക് സോഡയൊക്കെ യൂസ് ചെയ്ത് കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇനി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. നല്ല ടേസ്റ്റ്, നല്ല റിഫ്രഷ്മെൻറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതൊരു 2 വീക്സ് മുതൽ ഒരു 3 വീക്സ് വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതുപോലെ നമുക്ക് മുന്തിരിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങ വറുത്ത് വെക്കലാണ്. നമ്മൾ പത്തിരിക്കൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വറുത്തരച്ച ചിക്കൻ കറിയും എല്ലാവർക്കും ഇഷ്ടം, ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മളെന്നും കറി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തേങ്ങ വറുക്കാൻ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അത് റെഡിയാക്കി വെച്ചാൽ ആ ഒരു പ്രശ്നമില്ല. കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ തേങ്ങ എടുത്ത് എടുത്ത് വെച്ചാൽ മാത്രം മതി, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത് വെക്കാൻ വേണ്ടിയിട്ട്
തേങ്ങ പാനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് തേങ്ങ ഇട്ടു. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇനി 2 അല്ലി വെളുത്തുള്ളിയും ഒരിത്തിരി കുറച്ച് 2-3 അല്ലി ചെറുള്ളിയും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചെറുള്ളി ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് വലിയുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. എന്താവും അറിയില്ല ടേസ്റ്റ്, ഏതായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഓപ്ഷണലാട്ടോ, ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ചേർത്തു എന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. മല്ലിപ്പൊടി വേണമെന്നൊന്നുമില്ല, ഞാൻ ഇവിടെ ചേർക്കാറുണ്ട്, അതുകൊണ്ട് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്, എന്നിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇനി വറുത്തരച്ച തേങ്ങ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ തേങ്ങ ചിരകിയിട്ട് ഇങ്ങനെ ആക്കി വെക്കാം. ഞാൻ രണ്ടും അങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒന്ന് ചിരകിയ തേങ്ങ, ഒന്ന് വറുത്ത തേങ്ങ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി അടുത്ത് റെഡിയാക്കാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൻ്റെയൊക്കെ അടിഭാഗത്ത് വരുന്ന നമ്മൾ ഒഴിവാക്കുന്ന ബ്രെഡിൻ്റെ പീസും, പിന്നെ സാൻഡ്വിച്ചിനൊക്കെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് വരുന്ന പീസ് ഉണ്ടല്ലോ, 4 സൈഡ് കട്ട് ചെയ്തിട്ട് വരുന്ന ആ ഒരു പീസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ശരിക്കും വേസ്റ്റേജ് എങ്ങാണ്ട് പോണ ഒരു ബ്രെഡാണിത്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. നമ്മൾ ജസ്റ്റ് മിക്സിയിൽ വെറുതെ ബ്രെഡ് പൊടിച്ചാൽ ഇങ്ങനെ കുറേ കാലം നിൽക്കില്ല. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് വറുത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല ഒരുപാട് കാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊരു ബോട്ടിലേക്ക് മാറ്റുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോട്ടിൽ വെള്ളമൊന്നും ഉണ്ടാവരുത്. വെള്ളമൊന്നും ഇല്ലാത്ത ബോട്ടിൽ വേണം നമ്മളിത് മാറ്റാൻ വേണ്ടിയിട്ട്. നാട്ടിലുള്ളവരാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താലും മതി. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്നാവും ചിലപ്പോൾ നാട്ടിലൊക്കെ കറണ്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് പോയിട്ട് കട്ട്ലേറ്റിനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഹറിബറിയിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം. പറ്റുന്നവരൊക്കെ ഈ ടിപ്സും റെസിപ്പീസൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്